ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വീണ്ടും നമ്മൾ അടുത്ത മീഷോ ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ മീഷോ ഹോൾ വീഡിയോയിൽ ഞാൻ കുറച്ച് റാൻഡം ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആട്ടോ കാണിക്കുന്നത്. ഞാൻ ഈ സ്റ്റൈലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ബാഗ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹീൽസ് വരുന്നുണ്ട്, ജ്വല്ലറീസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ നോക്കാം. ഫസ്റ്റ് വന്നിട്ട് ഞാൻ കാണിച്ചിരുന്നത് ഒരു ബാഗാണ് കേട്ടോ. ഒരു പിൻട്രസ്റ്റ് ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു ബാഗാണ്. നിങ്ങളൊരു പിൻട്രസ്റ്റ് കൈൻഡ് ഓഫ് ആളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബാഗാണ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബാഗാണ്. ഇത് നോക്കിയാൽ എന്ത് ഭംഗിയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഇതുപോലെയാണ് കേട്ടോ. ഈ ഒരൊറ്റ സ്പേസ് ആണ് വരുന്നത്. പിന്നെ ഒരു ചെറിയൊരു പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു പ്രസ് ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത്. ബാഗിൻ്റെ നല്ല ക്വാളിറ്റിയിലാട്ടോ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു ഇതിലൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണ്. നിങ്ങൾക്ക് ഒരു ഔട്ടിങ്ങിനൊക്കെ പോകുമ്പം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരുപാട് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല ക്യൂട്ടായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബാഗാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ വേറെ ഒരു കളറുണ്ട്, വൈറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. വൈറ്റ് എനിക്ക് ഓർമ്മയില്ല, വേറെ ഒന്ന് രണ്ട് കളേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു കളർ ഞാൻ ഒരു വീഡിയോ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ആക്കിയിട്ടില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല കളറാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പിൻട്രസ്റ്റ് ലുക്കിൽ വരുന്ന ഒരു ബാഗാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 400 സംതിങ് ആണ്. ആ ഒരു പ്രൈസിനാണ് ഞാനിത് ട്രൈ ചെയ്തിട്ടുള്ളത്. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ട് പോകത്താട്ടോ. അപ്പോൾ നിങ്ങളൊരു പിൻട്രസ്റ്റ് ഗേൾ ആണെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ അടുത്തായിട്ട് കാണിക്കുന്ന ഒരു ബാഗാണ് കേട്ടോ. ഞാൻ ഇതുപോലെ സ്റ്റൈലിംഗ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ട്രൈ ആക്കിയിട്ടുള്ള ഒരു ബാഗാണ്. ഇതാണ് കേട്ടോ ബാഗ് വന്നിട്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ബാഗാണ്. നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു പിൻട്രസ്റ്റ് കൈൻഡ് ഓഫ് ബാഗാണ് കേട്ടോ. നിങ്ങൾ പിൻട്രസ്റ്റിൽ ഇതുപോലത്തെ ഒരുപാട് ബാഗ്സ് കണ്ടിട്ടുണ്ടാവും. കളർ ചേഞ്ചസ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത് ആ ഒരു ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു പിൻട്രസ്റ്റ് കൈൻഡിലുള്ള ഒരു ബാഗാണ്. നല്ല ഭംഗിയുള്ള കാണാൻ. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതാ ഇതുപോലെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ബോ കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളറിൽ. പിന്നെ പിങ്ക് ആൻഡ് വൈറ്റ് കളറിൽ വന്നിട്ടുള്ളതാണ്. ഒരു ക്രോഷയിലുള്ള ബാഗാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു സിബ് വരുന്നുണ്ടോ. നമ്മൾ സിബൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ. അതുപോലെ സിബൊക്കെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഇതുപോലെ ഒരു ഭയങ്കര വലിയ ബാഗല്ല, ഒരു സ്മോൾ സൈസിൽ നിന്ന് വിട്ടിട്ട് കുറച്ചും കൂടെ ഒരു നമുക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ അതിൽ കൊണ്ടുപോകാം. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ബാഗാട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പിൻട്രസ്റ്റ് കണ്ടാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിൻട്രസ്റ്റിൽ തുറന്ന എപ്പോഴും ഇങ്ങനത്തെ ബാഗ് ഞാൻ എപ്പോഴും കാണാറുണ്ട് കേട്ടോ, പല കളേഴ്സിൽ. അപ്പം ഇത് ഞാനൊരു സ്റ്റൈലിംഗ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. നല്ല ഭംഗിയിൽ അടിപൊളിയല്ല ഈ ഒരു ബാഗ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ പ്രൈസ് എനിക്ക് തോന്നുന്നു 300 സംതിങ് അങ്ങനെ എന്തേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ പ്രൈസ് ആ ഒരു പ്രൈസിന് നല്ല വേർത്താണ്. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ള. ക്രോഷൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഫിനിഷിംഗ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ഒരു കളർ ഇതാ ഇവിടെ ഒരു പിങ്ക്, പിന്നെ ഒരു വൈറ്റ്, പിന്നെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള വന്നിട്ടുള്ള ഹാൻഡിൽ ഇതാ അതുപോലെ വന്നിട്ടുള്ളത്. നമുക്കിങ്ങനെ ക്യാഷ്വൽ ഇതിലൊക്കെ കൊണ്ടു നടക്കാനൊക്കെ പറ്റിയതാണ്. നല്ല ഭംഗിയുണ്ടാവും. നമുക്ക് സ്റ്റൈലൊക്കെ ചെയ്യുമ്പം നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ സ്റ്റൈൽ ചെയ്തുള്ള വീഡിയോസൊക്കെ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കാം. അപ്പം അടിപൊളിയായിട്ടുള്ളൊരു പിൻട്രസ്റ്റ് കഴിഞ്ഞിട്ടുള്ള വന്നിട്ടുള്ള ഒരു ബാഗാണ്. നമുക്ക് അടുത്തായിട്ട് ഒരു സ്കേർട്ട് നോക്കട്ടോ. ഈ മീഷോയിൽ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു പിൻട്രസ്റ്റ് ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു ഷർട്ടാണ്. പിൻട്രസ്റ്റിൽ നമ്മൾ നോക്കിയാൽ ഒരുപാട് വീഡിയോസിൽ നമുക്ക് ഒരുപാട് ഫോട്ടോസിലും ഇതൊക്കെ പിൻട്രസ്റ്റിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പുള്ള സ്കേർട്ട് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പലതരം രീതിയിലും നമുക്ക് ടോപ്സിൻ്റെ കൂടെയും ഓവർ സൈസ്ഡ് ഷർട്ട്സിൻ്റെ കൂടെയൊക്കെ ട്രൈ ചെയ്തിട്ട് ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പിൽ വന്നിട്ടുള്ള സ്കേർട്ട് കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു സ്കേർട്ട് ഒരു സ്റ്റൈലിംഗ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. ഏകദേശം ആ ഒരു പിൻട്രസ്റ്റിൽ കാണുന്ന പോലെ തന്നെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാട്ടോ വന്നിട്ടുള്ള നല്ലൊരു മെറ്റീരിയലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്കേർട്ടൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇഷ്ടമുള്ളതാണെങ്കിൽ ഈ ഒരു സ്കേർട്ട് ട്രൈ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല അഫോർഡബിൾ ആട്ടോ. 200 സംതിങ് അതിൻ്റെ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസിന് ഭയങ്കര വേർത്തായിട്ടുള്ള ഒരു സ്കേർട്ടാണ്. അപ്പോൾ ഒരുപാട് രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു സ്കേർട്ട് ഇഷ്ടം പോലെ രീതിയിൽ നമുക്ക് പല രീതിയിൽ പല ടൈപ്പിൽ നമുക്കിത് സ്റ്റൈൽ ചെയ്യാം. ഈ ഒരു അതുപോലെ തന്നെ ഒരുപാട് കളേഴ്സിൻ്റെ കൂടെ മാച്ച് ചെയ്ത് പോകും ഈ ഒരു വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ. അപ്പം ഞാനിത് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. നല്ല അത്യാവശ്യം നല്ല അടിപൊളിയിലാട്ടോ വന്നിട്ട്. നല്ല ക്വാളിറ്റീൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്കേർട്ടാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. സ്കേർട്ടൊക്കെ വെയർ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു സ്കേർട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തായിട്ട് ട്രൈ ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്കേർട്ടിൻ്റെ കൂടെ ട്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഷർട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ഷർട്ട് ഈ ഒരു വൈറ്റ് സ്കേർട്ടിൻ്റെ കൂടെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ച ഒരു വൈറ്റ് സ്കേർട്ടിൻ്റെ കൂടെ നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഷർട്ടാണ്. ഇത് ഭയങ്കര അഫോർഡബിൾ ആട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 300 സംതിങ് ആണോ 200 300 ആ റേഞ്ചിലേ വരുന്നുള്ളൂ കേട്ടോ. ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് എന്തായാലും വേർത്താണ്. ഒരു കോട്ടൺ മെറ്റീരിയലാട്ടോ വന്നിട്ടുള്ളത്. ആ ഒരു പ്രൈസാണ് അത്രേ വരുന്നുള്ളൂ കേട്ടോ. ആ ഒരു പ്രൈസിനാണ് വരുന്നുള്ളത്. പിന്നെ ഇതിൻ്റെ സൈസ് വരുന്നത് റെഗുലർ ഫിറ്റിൽ വരുന്ന ഒരു ഷർട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ സൈസ് XXL അങ്ങാണ്ടോ ചൂസ് ചെയ്ത് കേട്ടോ. അപ്പം അത്ര വേണ്ടി വരും. എങ്കിൽ മാത്രമേ ഒരു
ഒരു ലൂസ് ഫിറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഭയങ്കര ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷർട്ടായിട്ട് നമുക്ക് കിട്ടില്ല. കാരണം ഇത് റെഗുലർ ഫിറ്റിൽ വരുന്ന കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആ ഒരു പ്രൈസ് അല്ലേ വരുന്നുള്ളൂ, 200-300. ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് എന്തായാലും വർത്താണ്. ആ ഒരു പ്രൈസിന് നല്ല ക്വാളിറ്റിയിലായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഷർട്ട് അതുപോലെ തന്നെയാണ്, വൈറ്റ് ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ട് സ്ലീവ്സ് വന്നിട്ട് ഇതുപോലെയാണ് കേട്ടോ. ഞാനിത് XXL ചൂസ് ചെയ്തത്, ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇത് നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ ആയിട്ടൊരു ഷർട്ടൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 200-300 നമ്മുടെ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഷർട്ട് ട്രൈ ചെയ്യാം. അത്ര പ്രൈസേ വരുന്നുള്ളൂ. ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് എന്തായാലും വർത്തായിരിക്കും. ഇപ്പം ഞാൻ കാണിച്ച സ്കേർട്ടിൻ്റെ കൂടെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്തിട്ടൊക്കെ ഇടാം കേട്ടോ. അടിപൊളിയാണ്, ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തായിട്ട് കാണിക്കുന്ന ഒരു ജേഴ്സി ഹിജാബാണ് കേട്ടോ. ഇത് വന്നിട്ട് ഞാൻ ഇതിന് മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് മുന്നേ ആയിരുന്നു. ആ ഒരു വീഡിയോയിൽ ഒരുപാട് കമൻറ്റ്സ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ, ഇതിൻ്റെ ലിങ്ക് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം എനിക്ക് എന്താ പറയുക, ഞാൻ ലിങ്ക് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് കമ്മ്യൂണിറ്റി ടാബിൽ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. കുറച്ച് മുന്നിട്ട വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കിട്ടും. അപ്പോൾ ഇപ്പം ഞാനൊരു ജേഴ്സി ഹിജാബ് കാണിച്ചു തരാം. ഒരു കളറ്, ഇത് വന്നിട്ട് ഒരു ലൈറ്റ് ഒരു ഗ്രേ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളറാണ്. അപ്പം നമുക്ക് മീഷോയിലും ജേഴ്സി ഹിജാബ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഒരുപാട് പേര് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത്. നല്ല ക്വാളിറ്റിയിലായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 200 സംതിങ് അങ്ങനെ എന്തെങ്കിലും കേട്ടോ. ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് നല്ല വർത്തായിരിക്കും. അത്യാവശ്യം നല്ല ഒരു ലെങ്ത്തിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത്തൊക്കെ വരുന്നുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള, ഭയങ്കര ഓവർ ലെങ്ത് ഒന്നുമില്ല. ബട്ട് ഇപ്പം ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ബ്ലാക്ക് അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാനിതൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഇതാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. ഇത് അത്രയൊന്നും ഇല്ലെങ്കിലും പക്ഷേ നമുക്ക് വേറെ അത്യാവശ്യം നല്ല ലെങ്ത്ത് ഇതാണ്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഈ ഒരു ലെങ്ത്തിലായിട്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത് കേട്ടോ. നല്ല ക്വാളിറ്റി വരുന്നുണ്ട്, നല്ല ഒരു ജേഴ്സി ഹിജാബ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പലതരം കളേഴ്സും അതുപോലെ തന്നെ പല ബ്രാൻഡിൻ്റെ ഒക്കെ നമുക്ക് കാണാം. അപ്പം ഇത് ഞാൻ എല്ലാത്തിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ജേഴ്സി ഹിജാബിൻ്റെ ലിങ്ക്സ് ഒക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലിങ്ക് ഞാൻ കൂടെ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുള്ള ജേഴ്സി ഹിജാബാണ്. നല്ല അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ജേഴ്സി ഹിജാബ്സ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മീഷോ ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. വേറെ എവിടെയും എനിക്ക് തോന്നുന്നില്ല, പുറത്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ പ്രൈസി ആയിരിക്കും. പിന്നെ അത്യാവശ്യം നമുക്ക് നല്ല കുറച്ച് കാലം യൂസ് ചെയ്യാം. ഞാനും ട്രൈ ചെയ്തിട്ടുണ്ടോ, എൻ്റെ കയ്യിൽ കുറേ മീഷോ ഒന്ന് ട്രൈ ചെയ്തിട്ടുള്ള ഹിജാബ്സൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ ആ വീഡിയോയിൽ. അത് കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കാലമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അത്രയും വലിയ പ്രശ്നമൊന്നുമില്ല. നല്ല ക്വാളിറ്റിയിലൊക്കെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ജേഴ്സി ഹിജാബ് ചോദിച്ചവർക്കുള്ളതാണ് കേട്ടോ ഞാൻ ഈ ഒരു ഇത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ആയിട്ട് കാണിക്കുന്ന ഒരു ഹീൽസാണ്. നല്ലൊരു പിങ്ക് ആൻഡ് സിൽവർ കളറിൽ വന്നിട്ടുള്ള ഒരു ഹീൽസാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടോ, നല്ല ക്വാളിറ്റിയിലായിട്ടോ വന്നിട്ടുള്ളത്. അതിൻ്റെ ഹീൽസ് ഇത്രയും ഈ ഒരു ബ്ലോക്ക് ഹീൽസാണ്. ഇവിടെ അങ്ങനെ അതാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് കേട്ടോ ഹീൽസ്. അത്യാവശ്യം നല്ല ഹീൽ വരുന്നുണ്ട് കേട്ടോ. ഇത് നല്ല കുറച്ച് ഹീലൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇതിൻ്റെ ഫ്രണ്ട് കണ്ടിട്ടില്ലേതാ ഇതുപോലെ ഈ ഒരു സിൽവർ വർക്കൊക്കെ കൊടുത്തിട്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളതാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എനിക്ക് തോന്നുന്നു 600-ൻ്റെ ആ ഒരു റേഞ്ചിനുള്ളിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നുണ്ട്. ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് എന്തുകൊണ്ട് വർത്താണ്. പിന്നെ ഞാൻ പറയും മീഷോയിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ഹീൽസ് ഉണ്ട്. ഞാൻ തന്നെ ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാം. നല്ല അടിപൊളിയായിട്ടുള്ള ഹീൽസ്, നല്ല അഫോർഡബിൾ പ്രൈസിൽ 600, 500, 400 ആ ഒരു റേഞ്ചിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഹീൽസ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പുറത്തുനിന്നൊന്നും നമുക്ക് ഇത്രയും ഒരു പ്രൈസിനൊന്നും ഇങ്ങനത്തെ ഹീൽസ് ഒന്നും അവൈലബിൾ ആവില്ല കേട്ടോ. നല്ല പ്രൈസ് കൊടുക്കേണ്ടി വരും. ആ ഒരു പ്രൈസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഹീൽസ് ആണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് എടുത്ത സൈസ് 7 ആണ് കേട്ടോ. മീഷോയിൽ നിങ്ങൾ സൈസ് നിങ്ങളുടെ ഫുഡ് ലെങ്ത് ഒക്കെ വെച്ച് നോക്കിയിട്ട് സൈസ് ചൂസ് ചെയ്യുക. എൻ്റെ സൈസ് 7 ആണ്. ഞാൻ 7 ആട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ്. നല്ല ഭംഗിൻ്റെ പിങ്ക് ആൻഡ് സിൽവർ കളറിൽ വന്നിട്ടുള്ള എൻ്റെ ഹീൽസ് ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഹീൽസ് നല്ല അത്യാവശ്യം കുറച്ച് ഹീൽ വരുന്നുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിലെ ഹീൽസ് വരുന്ന ഹീൽസും ഉണ്ട്. അപ്പോൾ ഞാൻ ഇത്ര വലിയ ഹീൽസ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാനൊരു കുറച്ചും കൂടെ ഒരു മീഡിയം ടൈപ്പിലുള്ള ഹീൽസ് ആയിട്ട് അധികം യൂസ് ചെയ്യാറ്. എനിക്ക് ഒരുപാട് ഹീലാകുമ്പോൾ അൺകംഫർട്ടബിൾ ആണ്. ഇത് നമ്മൾ ഒരു സ്റ്റൈലിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും അടിപൊളിയായിട്ടോ. നല്ല ഹീൽസൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള ഹീൽസാണ്. ഇതുപോലെ ഒരുപാട് ഹീൽസ് അവൈലബിൾ ആട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കുക. ഹീൽസും സാൻഡിൽസൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ മീഷോ ഒരു അടിപൊളി ഓപ്ഷനാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ലഭിക്കും, നല്ല അഫോർഡബിൾ പ്രൈസിൽ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പോൾ ഞാൻ അടുത്തായിട്ട് കാണിക്കുന്നത് മീഷോന്ന് ട്രൈ ചെയ്തിട്ടുള്ള കുറച്ച് ജ്വല്ലറീസ് ആണ്. ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്കുള്ളത് കാണാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വന്നിട്ട് ഒരു റിംഗ് ആണ്. ഇതാണ് കേട്ടോ റിംഗ് വന്നിട്ട്. ഇത് നല്ലൊരു ബട്ടർഫ്ലൈ മോഡലിൽ വന്നിട്ടുള്ള ഒരു റിംഗ് ആണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആട്ടോ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും.
നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഇതിൻ്റെ സൈസിനനുസരിച്ചിട്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ലൊരു ഭംഗി മാത്രമല്ല നല്ല അഫോർഡബിൾ ആട്ടോ. 100 സംതിങ് അങ്ങനെ എന്തോ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് തോന്നുന്നു. 169 അങ്ങനെ എന്തോ ആണ് ആ ഒരു പ്രൈസിനാട്ടോ ഇത് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള റിങ്ങാണ്. നല്ല ഭംഗിയില്ല കാണാൻ. നല്ലൊരു ഫിനിഷിങ്, അതുപോലെ തന്നെ കളറൊക്കെ നല്ല അങ്ങനെ ഫെയ്ഡ് ആവാത്ത ആൻറ്റി ടാർണിഷ് ആയിട്ടുള്ള ജ്വല്ലറി ഇട്ടാട്ടോ. ജ്വല്ലറീസ് ആണ്. നമുക്കങ്ങനെ പെട്ടെന്നൊന്നും ഫെയ്ഡായി പോവില്ല. ഒരുപാട് കാലം കുറച്ചൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറേ കാലം നമുക്ക് നിൽക്കും. നല്ലൊരു കളറല്ലേ. ചില കളേഴ്സ് നമുക്ക് കണ്ടാൽ പെട്ടെന്ന് ഫെയ്ഡായി പോകുന്നു മനസ്സിലാവട്ടോ. ഇത് അങ്ങനെയുള്ളതെല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് നോക്കി നോക്കുക കേട്ടോ, ട്രൈ ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഒരു റിങ്ങാണ് കേട്ടോ. ഈ ഒരു റിങ്ങും നല്ല ഭംഗിയുള്ള ഒരു റിങ്ങാണ്. നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ തന്നെ ഇതും ചെറിയ പ്രൈസേ വരുന്നുള്ളൂ കേട്ടോ. 100 സംതിങ് ഒക്കെ കേട്ടോ ഇതിൻ്റെ പ്രൈസ്. 200 ബിലോ ആണ് എല്ലാത്തിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പം ഇതും ഇതാണ് കേട്ടോ. ഈ ഒരു ടൈപ്പിൽ വന്നിട്ടുള്ളതാണ് ഈ ഒരു റിങ്. ഇതാണ് കേട്ടോ റിങ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. 169 അങ്ങനെ എന്തോ ആണ് കേട്ടോ പ്രൈസ്, എനിക്ക് ഓർമ്മയില്ല. അതാണ് കേട്ടോ റിങ് വന്നിട്ട്. നോക്കിയാൽ നല്ല ഭംഗിയില്ല കാണാൻ. നല്ല കളറും നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു റിങ് കേട്ടോ. ഇതും നല്ല അടിപൊളിയാണ്. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഒരു റിങ്ങാണ്. ഇത് അടിപൊളിയായിട്ടുള്ള ഒരു റിങ്ങാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു റിങ്ങാണ് കേട്ടോ. ഇത് നമുക്ക് ഈ ഒരു ഒറ്റ റിങ് മതി കേട്ടോ യൂസ് ചെയ്യാൻ. ഒരുപാട് റിങ്സ് ഒന്നും വേണ്ട ആവശ്യമില്ല. ഈ ഒരു റിങ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളതാണ്. ഈ ഒരു റിങ് ഒരുപാട് പേരുടെ കയ്യിൽ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു റിങ് നല്ല ഭംഗിയിൽ കാണാൻ. ഒരുപാട് ലെയേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു റിങ്ങാണ്. നല്ല നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള, ശരിക്കും നമ്മൾ കണ്ടാൽ ഗോൾഡ് അല്ലാന്നൊന്നും പറയില്ല കേട്ടോ. അത്രയും നല്ല ഇതിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കളർ നോക്കി നല്ലൊരു കളറാണ്. അതുപോലെ തന്നെ ഇതൊക്കെ ആൻറ്റി ടാർണിഷ് ജ്വല്ലറീസ് ആണ്. കളറൊക്കെ അത്ര പെട്ടെന്നും പോവില്ല കേട്ടോ. അതുപോലെ നല്ല ഭംഗിയിട്ട് കാണാൻ. നല്ല അടിപൊളി ക്വാളിറ്റിയിലാട്ടോ ഇത് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഒരു റിങ് മാത്രം മതി. ഇത് ഒരുപാട് റിങ്ങൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ ഒരു ഒറ്റ റിങ് ഉണ്ടായാൽ മതി കേട്ടോ. നോക്കിയാൽ ഫിംഗർ റിങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അടിപൊളിയായിട്ടുള്ള റിങ്ങാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടമായത് ഈ ഒരു റിങ്ങാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള റിങ്ങാണ്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ആയിട്ട് കാണിക്കുന്ന ഒരു ബാങ്കിളാട്ടോ. ഈ ഒരു ബാങ്കിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് പേരുടെ കയ്യിലൊക്കെ ഉണ്ടായിട്ട് ഈ ഒരു ബാങ്കിൾ നിങ്ങൾ ഒരുപാട് പേരുടെ കയ്യിൽ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു ബാങ്കിൾ റിവ്യൂ ചെയ്തിട്ട് കണ്ടിട്ടാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബാങ്കിളാട്ടോ. നല്ല ക്വാളിറ്റിയിലാട്ടോ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റിയൊക്കെ എടുത്ത് പറയണം. അത്രയും അടിപൊളി ക്വാളിറ്റിയിലാട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു ഇതിൻ്റെ നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ ഈ ഒരു കളറും ക്വാളിറ്റിയൊക്കെ അടിപൊളിയാട്ടോ. ഇത് 200 സംതിങ് അങ്ങനെ തോന്നുന്നുണ്ടോ. ആ ഒരു പ്രൈസിനൊക്കെ ഭയങ്കര വേർത്തായിട്ടുള്ള ഒരു എന്താണ് ഒരു ബാംഗിൾസ് ആണ്. നമുക്കിത് വാച്ചിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്തിടാൻ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ജ്വല്ലറീസ് കളക്ഷൻസ്. ഇനിയും ഉണ്ട്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രേ കാണിക്കുന്നുള്ളൂ കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ഭയങ്കര അഫോർഡബിൾ ആണ്. എനിക്ക് തോന്നുന്നു എല്ലാം ഡ്രിങ്ക്സൊക്കെ 200 ബിലോ ആണ്. ഇതെനിക്ക് തോന്നുന്നു ഒരു 250 300 ബിലോ അത്ര വരുന്നുള്ളൂ കേട്ടോ. ആ ഒരു പ്രൈസിനൊക്കെ നിങ്ങൾക്ക് നല്ല വേർത്തായിരിക്കും. അപ്പോൾ നിങ്ങൾ ജ്വല്ലറീസൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആൻറ്റി ടാർണിഷ് ആയിട്ടുള്ള ജ്വല്ലറീസ് ആണ് ഇപ്പോൾ അധികം എല്ലാവരും യൂസ് ചെയ്യാറ്. അപ്പം അതൊക്കെ നിങ്ങൾ മീഷോയിൽ അവൈലബിൾ ആണ്, നല്ല അഫോർഡബിൾ ആയിട്ട്. അപ്പോൾ മീഷോയിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. ഇതൊക്കെ ഞാൻ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റൈലിംഗ് വീഡിയോസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുള്ള കേട്ടോ. നമ്മുടെ പിൻട്രസ്റ്റ് ഔട്ട്ഫിറ്റ് സീരീസിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്ത് നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ. അതിൻ്റെ അടിയിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ DM-ൽ ലിങ്ക് വരും കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ മീഷോ ഹോൾ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.